നമസ്കാരം. ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിൽ ഒരു പ്രീമിയം വില്ല പ്രോജക്റ്റ് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ വീടുമായിട്ടാണ് ഞാൻ എത്തിയത്. 8 സെന്റിലായിട്ട് 4000 സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള 5 ബെഡ്റൂം, ഹോം തിയേറ്റർ, അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റി, ഇന്നത്തെ ആധുനിക ഫെസിലിറ്റീസ് എല്ലാം കൂടിയിട്ടുള്ള പ്രീമിയം വില്ല. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിൽ പ്രീമിയം വീട് നോക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ വീടാണെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ നെട്ടയിൽ നിന്നും വെറും 100 മീറ്റർ മാത്രമാണ് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പേരുകുള ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ്. 2 വണ്ടി പാസ് പോകുന്ന രീതിയിലേക്ക് മെയിൻ ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ മാത്രമാണ് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അകത്തേക്ക് കയറുമ്പോഴത്തേക്കും കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. ഏകദേശം 4 കാറോളം പാർക്ക് ചെയ്യാൻ പറ്റുന്ന 2 സൈഡിലേക്കും അതിവിശാലമായിട്ടുള്ള മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഒരു വലിയ വണ്ടി SUV ടൈപ്പും ഏകദേശം അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു കാർ പോർട്സിന്റെ ഏരിയ. പ്രീമിയം വില്ല എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പ്രീമിയം വില്ല. ഇതിന്റെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചതെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫിനിഷിംഗ് വർക്കാണ്. അതിനെന്തായാലും ഇത് ചെയ്ത ബിൽഡേഴ്സിന് ആദ്യമേ തന്നെ ഒരു താങ്ക്സ് പറയുകയാണ്. പണിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ്, ലക്ഷറി ഹൗസ് ആണ്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞ വൈഡ് ആയിട്ടുള്ള റോഡാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഗേറ്റ് തന്നെ ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പരിസരവാസികൾ തന്നെ പ്രശ്നക്കാരാന്നുള്ള പരാതികളും വേണ്ട എല്ലാം നല്ല ലക്ഷറി ടൈപ്പ് വീടുകളും വില്ലകളും അതുപോലെ നല്ല ഹൈ എൻഡ് റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസിന്റെ കാര്യത്തിൽ ഇതിന് വീടിന് അകത്തായാലും പുറത്തായാലും യാതൊരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രീമിയം വില്ല അല്ലെങ്കിൽ ഒരു ലക്ഷറി ഹൗസ് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുള്ള സൈഡുകൾ കംപ്ലീറ്റ് ആയിട്ട് തേക്കൻ തടിയിലാണ് കൊത്തുപണികളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു നല്ല അതിമനോഹരമായ രീതിയിലേക്കാണ് ഇതിന്റെ ഡിസൈൻ പാറ്റേൺ എല്ലാം വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് തടികളും തന്നെ ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് തടികളും തേക്കൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറാൻ വാതിലുകളും കംപ്ലീറ്റും തേക്കൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡ് കംപ്ലീറ്റ് പാനലുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീടിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു മായാ ലോകം നമ്മൾ കാണുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതിവിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടും വ്യത്യസ്തമായ രീതിയിലേക്ക്, വേറെ ഒരിടത്തും നമ്മൾ കാണാത്ത രീതിയിലേക്കുള്ള ഒരുപാട് ഡിസൈൻ പാറ്റേൺ, അതും പ്രീമിയം എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൽ നല്ല പ്രീമിയം ടച്ച് തോന്നുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഓരോ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഓരോ പോയിന്റുകളും അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡിസൈൻ പാറ്റേൺ ഞാൻ അധികം കണ്ടിട്ടില്ല. കണ്ടിട്ട് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഈ സൈഡിലേക്ക് നല്ല TV യൂണിറ്റ് ഒക്കെ മനോഹരമായ രീതിയിലേക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൂവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡൻ പാറ്റേണും അതുപോലെ തന്നെ അതിന്റെ ഒരു ഷീറ്റ് വർക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് വന്നാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ, അവിടെ നമുക്ക് സെറ്റിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകളിലേക്കുള്ള ഡിസൈൻ പാറ്റേൺ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിൽ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയം തന്നെയാണ്. ആ രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ കൊടുത്തിരിക്കുന്നത്. L മോഡൽ ഹോളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ഹോം തിയേറ്റർ ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് L മോഡൽ ഹോളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ലിവിംഗ് സ്പേസ് കഴിഞ്ഞ് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഏകദേശം ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അത്രയ്ക്കും വൈഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സൈഡിലേക്ക് വളരെ മനോഹരമായ രീതിയിലേക്ക് ഒരു ഗാർഡനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർകേസിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്തേക്ക് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെയും ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും TV വെക്കാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് വ്യത്യസ്തമായ ഡിസൈൻ കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട്. ഈ സൈഡിലേക്ക് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗൂർ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ കാര്യത്തിലോ ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. ഇവർ ഒരുപാട് ബിൽഡേഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏകദേശം 25-30 വർഷക്കാലമായി ബിൽഡിംഗ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് വരെ ഒരു പരാതിക്കോ ഒരു പരിഭവത്തിനോ ഇട കൊടുക്കാത്ത ഒരു ബിൽഡേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീടുകൾ ചെയ്ത് അത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആ ഒരു വർക്ക് എന്തുകൊണ്ട് നമുക്ക് ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ അതിന്റെ ഫിനിഷിംഗ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും എന്നതാണ് ഈ ഒരു വീട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഏതോ തിയേറ്ററിൽ കയറുന്ന ഒരു ഫീലിംഗ്സ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലക്ഷറി എന്ന് പറഞ്ഞാൽ ലക്ഷറി തന്നെയാണ്. അത് നമുക്ക് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്ന രീതിയിലേക്ക് നല്ല വൈഡ് ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. അവിടെയും നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസിലുള്ള ഒരു കലവറ തന്നെയുണ്ട്. എല്ലാം തന്നെയാണ് വ്യത്യസ്തമായ ഡിസൈൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം അതിൻ്റെതായ ഒരു ഫിനിഷിംഗ് ടച്ച് അല്ലെങ്കിൽ ഒരു പ്രീമിയം ടച്ച് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ കംപ്ലീറ്റ് വർക്കുകളും പോയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഇതിന്റെ എല്ലാ ബെഡ്റൂംസുകളും കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂംസിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇവിടെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്. അവിടെ നമുക്ക് മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ലക്ഷറി ഹൗസുകളിൽ കൊടുക്കുന്ന അതേ ടൈപ്സ് ആയിട്ടുള്ള നല്ല കണ്ണിന് കുളിർമ തരുന്ന അല്ലെങ്കിൽ നമുക്കൊരു
ഒരു എന്ത് പറയാൻ നല്ല ഡിസൈൻ പാറ്റേൺ എടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത് ഇതിന് വീഡിയോയ്ക്ക് ഒരു ഹൈക്ക് കൊടുക്കാനല്ല, അത് നമുക്ക് അത്രയും ഫീൽ തോന്നുന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കൂടുതൽ ഞാൻ അത്തരത്തിൽ ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്ലാസ് പാറ്റേൺ എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ഏരിയയൊക്കെ തന്നെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെയാണ് ജാഗോറിന്റെ ഫിറ്റിംഗ്സ്, കജാരിയുള്ള എല്ലാ ടൈലുകളും തന്നെ ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള കമ്പനി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും നമുക്ക് ഹോളിൽ നിന്ന് ബെഡ്റൂമിൽ കയറുമ്പോൾ ഒരു പ്രൈവസി ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഡിസൈൻ പോയിട്ടുള്ളത്. അത് എന്തുകൊണ്ട് നന്നായിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴത്തേക്കും നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിൽ അവിടെയും ഒരു കോംപ്രമൈസ് ഇല്ല. നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള വീടാണ് ഞാൻ പറഞ്ഞു. അതുപോലെ വ്യത്യസ്തമായ ഡിസൈനുകൾ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ആ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ് ലുക്കിലാണ് കേട്ടോ. ടൈലിന്റെ കളർ പാറ്റേൺ ആയാലും ടൈൽ ആയാലും ചെയ്തിരിക്കുന്ന വർക്ക് ആയാലും ഒക്കെ തന്നെ എല്ലാം നല്ല പ്രീമിയം ടച്ച് ആയിട്ട് തന്നെയാണ് ഇത് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കിച്ചണിലേക്ക് കയറുമ്പോൾ നമുക്ക് ഏകദേശം ഡൈനിങ് ഏരിയയിലോട്ട് ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആയിട്ട് തന്നെ നമുക്ക് ഏകദേശം പറയാൻ സാധിക്കുന്ന തരത്തിലേക്കും എന്നാൽ നമുക്കൊരു പ്രൈവസി തരുന്ന രീതിയിലേക്കുമാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസൈൻ പാറ്റേൺ പോയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെയുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ബ്രാൻഡ് ക്വാളിറ്റിയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിലേക്ക് തന്നെയാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകൾ എല്ലാ സൈഡിലേക്കും സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ തന്നെയുണ്ട്. നമുക്ക് ഈ സൈഡിലേക്കായാലും ഈ സൈഡിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഫേബറിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഈ സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് ഏകദേശം വർക്ക് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. വർക്ക് ഏരിയയിൽ സ്പേസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് നല്ല മനോഹരമായി കിച്ചൺ ഏത് വർക്ക് ഏരിയ ഏതെന്ന് അതിന്റെ വർക്കിന്റെ കാര്യം സാധാരണ വർക്ക് ഏരിയയിലൊക്കെ ചിലവരൊക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവ രീതി നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് അത് വർക്ക് ഏരിയ എന്നോ അല്ലെങ്കിൽ അത് കിച്ചൺ എന്നോ തോക്കാത്ത രീതിയിലേക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പുറത്തേക്കാനുള്ള ഒരു വാതിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ ഫീലിംഗ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല വെട്ടവും എയർ സർക്കുലർ വെട്ടവും വെളിച്ചവും, അതായത് പല ഉത്സവ പറമ്പുകളിലൊക്കെ പറയും പോലെ സൗണ്ട്സ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എന്നൊക്കെ പറയും പോലെ നല്ല രീതിയിൽ വെട്ടവും വെളിച്ചവും കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീലിംഗ് ചെയ്തത്. നമുക്ക് നല്ല വ്യത്യസ്തമായ ഒരു സ്റ്റെയർ കേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കയറുമ്പോൾ തന്നെ ഈ സൈഡിലേക്ക് നല്ല ഗ്ലാസ് പാറ്റേൺ കൊടുത്തോണ്ട് തന്നെ നല്ലൊരു എയർ സർക്കുലേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കും അതുപോലെ തന്നെ വെട്ടവും നല്ല സൂര്യപ്രകാശവും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് വീട്ടിനകത്ത് കിട്ടുന്നത് കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അകത്തെ കയറുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഇതിനകത്ത് കയറുന്ന ടെയിൽ പാറ്റേൺ കംപ്ലീറ്റും വുഡൻ പാനലാണ് ചെയ്തിരിക്കുന്നത്. വുഡാണ് കംപ്ലീറ്റ് തേക്ക് തടിയാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് ഗ്ലാസും അതുപോലെ തന്നെ സൈഡിലേക്ക് ഹാൻഡിലിൽ കംപ്ലീറ്റും തേക്കും തടിയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയിലേക്ക് ചെല്ലുന്നത്. മുകളിലത്തെ ഹോളിൽ 3 ബെഡ്റൂം തിയേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു 2 സിറ്റ് ഔട്ട് ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ എത്തുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ്. ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി സൈസ് ബെഡ്റൂംസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ വീട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക്, അതായത് മറ്റുള്ള ചെറിയ വീടുകളിൽ നിന്നും നോക്കിയാൽ വലിയ ബെഡ്റൂം ആ രീതിയിലേക്കുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉള്ളതിൽ ചെറിയ ബെഡ്റൂം ഈ ബെഡ്റൂമാണ്. ബാക്കി എല്ലാം മാസ്റ്റർ ബെഡ്റൂം എന്ന കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഹെവി ആയിട്ടുള്ള സൈസ് ഉള്ള ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിന്റെ സൈസിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. ഫിറ്റിംഗ്സിന്റെ കാര്യത്തിലോ അതുപോലെ തന്നെ ടൈൽ പാറ്റേണിന്റെ കാര്യത്തിലോ കളർ പാറ്റേണിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത നമുക്ക് എവിടെ നോക്കിയാലും നല്ല അക്ഷരാർത്ഥത്തിൽ നല്ലൊരു ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ ലക്ഷറി ഫീൽ തോന്നുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും സൈസിന്റെ കാര്യത്തിൽ വളരെ വലിപ്പമുള്ള ബെഡ്റൂം സൈസ് താഴെ കണ്ടതുപോലെ തന്നെ നമുക്ക് ഈ മുകളിലും വളരെ വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേണും നല്ല രീതിയിലുള്ള കളർ ലൈറ്റുകൾ, ഈ കളർ ലൈറ്റുകളും കളർ പെയിന്റുകളും കൊടുത്ത് ഒരുപാട് പേര് ഡിസർവ് ചെയ്യുന്ന ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് വളരെ ക്യൂട്ട് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ പ്രീമിയം ടച്ച് ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന്റെ ലൈറ്റിന്റെ കാര്യത്തിലൊക്കെ ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നോക്കി ഒരുപാട് കളറൊന്നും കൊടുത്തിട്ടുള്ള നല്ലൊരു പ്രീമിയം ടച്ച് ആയിട്ടാണ് ഈ ബെഡ്റൂമിലും എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ ഒരു ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അലമാരകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. മുകളിലായാലും സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നല്ല വലിപ്പമുള്ള നല്ല കണ്ണിൽ നല്ല കുളിർമ തരുന്ന കാഴ്ചകൾ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല അടിപൊളി ഒരു സിറ്റ് ഔട്ട് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്.
ബാത്റൂമിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം, ഹെവി ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഇവിടെയും നമുക്ക് ഡ്രൈ ലാൻഡ് വെറ്റ് ലാൻഡ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നല്ല പ്രീമിയം ആയിട്ടുള്ള നമുക്ക് ഏതോ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ റൂമുകളിൽ കയറുന്ന ഒരു ഫീലിംഗ്സ് തോന്നുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും ഹെവി സൈസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ്. ശരിക്കും ഓരോ വീടുകളിലും മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം. ഇതിലിപ്പോ എല്ലാം മാസ്റ്റർ ബെഡ്റൂം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബെഡ്റൂം ഒഴിച്ച് ബാക്കി എല്ലാം മാസ്റ്റർ ബെഡ്റൂം എന്ന കാറ്റഗറി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ബെഡ്റൂമിന്റെ സൈസുകൾ. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ ഉണ്ടാകണ്ടില്ലേ. കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസുകൾ, ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു TV യൂണിറ്റ് കൊടുക്കാനായാലും വ്യത്യസ്തമായ നല്ല ഡിസൈനിൽ തന്നെയാണ് ഒരു പ്രീമിയം ടെക്സ് രീതി തോന്നുന്ന രീതിയിലേക്കാണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ്സും അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലെ ഡിസൈനും എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്കൊരു ഡ്രസ്സിംഗ് റൂം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ബാത്റൂമിന്റെ കാര്യത്തിൽ ഹെവി ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന, ആർക്കും ഇഷ്ടപ്പെടുന്ന, ഞാൻ നേരത്തെ അടുത്ത് കഴിഞ്ഞ റൂമിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂമിൽ പറഞ്ഞതുപോലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഫീലിംഗ് ചെയ്യുന്ന രീതിയിലേക്കുള്ള അതേ പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ഒരു ബാത്റൂമിന്റെ ഡിസൈനും പോയിട്ടുള്ളത്. ടൈൽ പാറ്റേൺ ആയാലും അതുപോലെ തന്നെ ഇതിന്റെ ഡ്രൈ ആ ഏരിയയൊക്കെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്കും നമുക്ക് വാഷ് സ്പേസിനും അതിന്റെ അടിയിലൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകളൊക്കെ തന്നെ ആവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിനകത്തുള്ള തിയേറ്റർ ആണ്. തിയേറ്ററിൽ ഏകദേശം നമുക്കൊരു 6, 7, 8 പേർക്ക് സുഖമായി ഇരുന്നു കൊണ്ട് നല്ല ചിത്രങ്ങൾ, നല്ല പാട്ടുകൾ, അതുപോലെ തന്നെ നല്ല സിനിമകൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു തിയേറ്റർ പോർഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു 6, 7 പേർക്ക് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് സിനിമ കാണാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു തിയേറ്റർ ഏരിയ ഫുൾ ആയിട്ടും കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ബാൽക്കണി ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന 2 സൈഡിലായിട്ടും 2 സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിലേക്കുള്ള നല്ല ബാൽക്കണി ഏരിയ ആണ്. നല്ല രീതിയിലേക്കുള്ള നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബാൽക്കണി ഏരിയകൾ ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരു വീട് കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കുറേ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പ്രീമിയം വില്ല നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ലക്ഷറി ഹൗസ് ആണ് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു. 8 സെന്റ് ആണ്, 4000 സ്ക്വയർ ഫീറ്റ് ആണ്, 5 ബെഡ്റൂം പ്ലസ് തിയേറ്റർ ആണ്. ഏകദേശം വർക്ക് ഏരിയ, അതിനെക്കുറിച്ച് എല്ലാ സ്പെസിഫിക്കേഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 വണ്ടി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്നും അല്ലെങ്കിൽ മെയിൻ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വീട് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ പേരൂർക്കട, നെട്ടയം സൈഡിലൊക്കെ വീട് നോക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ലക്ഷറി ഹൗസ് ആണ് ഈ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 2,85,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമ്മുടെ ചാനൽ ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ശ്രമിക്കുക. എല്ലാവർക്കും ബൈ ബൈ.